ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്വിക്കായിട്ടുള്ളൊരു ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കുക്കർ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യണത്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ജീരകം, അതിൻ്റെ കൂടെ തന്നെ ബാക്കി ഡ്രൈ ആയിട്ടുള്ള എല്ലാ സ്പൈസസും ഈ ലിസ്റ്റിൽ കാണുന്നതൊക്കെ നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കിസ്മിസ് കൂടി ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം സ്ലൈസ് ആയിട്ട് അരിഞ്ഞിരിക്കുന്ന 2 സവാള നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം 2 സ്ലൈസ് ആയിട്ട് അരിഞ്ഞിരിക്കുന്ന ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അത് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളിയും ടൊമാറ്റോ ഒക്കെ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം, കുറച്ച് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം, കുറച്ച് ചെറുതായി അരിഞ്ഞിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ടായിട്ട് അരിഞ്ഞിരിക്കുന്ന 2 പൊട്ടാറ്റോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ബാക്കിയുള്ള നമുക്ക് വേണ്ട മസാലകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കൂടെ തന്നെ 1 സ്പൂൺ നിറച്ചും നമുക്ക് കൊറിയൻഡർ പൗഡർ, മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഒരു 1/2 സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ കൂടെ തന്നെ 1 സ്പൂൺ നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഈ മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കഴുകി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ബസ്മതി റൈസ് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 മണിക്കൂർ ഒന്ന് നമുക്ക് നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇത് വേവാനും ഈസിയാവും. അപ്പോൾ അത് അരി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് വേണോ വേണ്ടതെന്ന് നമുക്ക് അതിൻ്റെ വെള്ളത്തിൽ നിന്നൊന്ന് ചെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കറക്റ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരണ വരെ നമുക്ക് വേവിച്ചെടുക്കാം. രണ്ട് വിസിൽ വന്നതിന് ശേഷം നമ്മൾക്ക് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം. കുക്കറിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പാടൂ. അപ്പോൾ അതാ നമ്മുടെ ഈസി പീസി ക്വിക്ക് ആയിട്ടുള്ള ലഞ്ച് റെസിപ്പി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾ പുലാവ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് ക്വിക്കായിട്ട് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സലാഡോ പപ്പടോ ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.